ഹായ് ഗൈസ്, ഇതെന്താന്ന് മനസ്സിലായോ? മീൻ്റെ മുട്ട അഥവാ പരു എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. എൻ്റെ അമ്മൂമ്മേൻ്റെ സ്പെഷ്യൽ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാവേ. അപ്പം നമ്മുടെ മീൻ്റെ മുട്ടയില്ലേ, അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതേപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കും കേട്ടോ. ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ചെറിയുള്ളിയാണ് ഒരു 10-15 ചെറിയുള്ളി നടുവിന് ഇങ്ങനെ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ചെറിയുള്ളി തന്നെ ഇതിലേക്ക് ചേർക്കണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. ആവശ്യത്തിന് മുളകും ഇടാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അതിനെ ഇട്ട് കൊടുക്കാവേ. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ചൂരമീൻ്റെ മുട്ടയാണ്. അപ്പോൾ ചെറിയ മീൻ്റെയൊക്കെ മുട്ടയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ചാളമീൻ്റെ അതിൻ്റെയൊക്കെ മുട്ട ഭയങ്കര ടേസ്റ്റാണ് ഇതേപോലെ ചെയ്താൽ. അപ്പോൾ എൻ്റെ അമ്മൂമ്മ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഉണ്ടാക്കി തരാറുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നോക്കി കണ്ടു പഠിച്ചതാണ് കേട്ടോ. അപ്പൊ ഈ ഉള്ളിയിലേക്ക് നമ്മുടെ ഈ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാവേ. ഒരു 10-15 മിനിറ്റോളം ആവുമ്പോഴത്തേക്കും വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയ്ക്ക് വേണ്ടി ടേസ്റ്റാണ്. എൻ്റെ അമ്മൂമ്മ പണ്ട് തൊട്ടേ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ്. ഇതിപ്പം ഫ്രൈ ചെയ്തെടുത്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചെറിയ ഉള്ളി തന്നെ മസ്റ്റായിട്ട് ഇടണം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ടാലേ ഇത്ര ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാ മീൻ്റെ മുട്ടയൊക്കെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാവേ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്തേക്കേ.